എൻ്റെയും പിണറായിയുടെയും ഒച്ച എന്നാന്നേ ഒരുപോലെ. പിണറായി വിജയന് മൂന്നാം തവണയും ഭരണത്തുടർച്ച ഉണ്ടാകുവാൻ വി ഡി സതീശൻ ആവിഷ്കരിച്ച ജട്ടി വിപ്ലവം ഏതാണ്ട് മുനയൊടിഞ്ഞ് ബൂമറാങ്ങായി വി ഡി സതീശൻ്റെ തന്നെ കിടുങ്ങാമണിയിൽ കൊണ്ട അവസ്ഥയിലായ കാര്യങ്ങൾ. വെറും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ എന്തിനാണ് ഇത്രയും ക്രൂരമായ നടപടികൾ എടുത്തതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ആക്രോശിച്ചു തുടങ്ങി. സതീശന്റെ 100-1 ആവേശം പോലും ഈ വിഷയത്തിൽ CPM-ഓ പിണറായി വിജയനോ കാണിച്ചിരുന്നില്ല എന്നോർക്കണം. പിണറായി ഈ വിഷയത്തെക്കുറിച്ച് ഇന്നലെ വരെ ഒരക്ഷരവും ഉരിയാടിയിരുന്നില്ല. പിണറായിക്ക് പോലും ഇല്ലാത്ത അമിതാവേശം സതീശന് എന്തിന് ഈ വിഷയത്തിൽ എന്ന ചോദ്യം പാർട്ടി പ്രവർത്തകർ തന്നെ ചോദിച്ചു തുടങ്ങിയപ്പോൾ ഇന്നലെ രാത്രി സതീശൻ പിണറായിയോട് അഭ്യർത്ഥിച്ചു, കരുതൽ മനസ്സ കാപ്പാത്തുങ്കോ, പ്രവർത്തകർ പോലും ഇങ്ങനെ ചോദിക്കുന്നു, നമ്മൾ തമ്മിലുള്ള ആ അന്തർധാര പ്രവർത്തകർ മാത്രമല്ല സാധാരണ ജനങ്ങൾ പോലും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രാഹുൽ വിഷയത്തിൽ പിണറായി ഇന്നെങ്കിലും ഒന്ന് കട്ടയ്ക്ക് എന്തെങ്കിലും പറയണം, സഹായിക്കണം, നിലനിൽപ്പിന്റെ പ്രശ്നമാണ് എന്ന് പിണറായി സതീശന്റെ അഭ്യർത്ഥന പ്രകാരം ഇന്ന് പത്രസമ്മേളനവും വിളിക്കുകയുണ്ടായി. രാഹുൽ വിഷയം ഒരു കമ്മിമാപ്ര ചോദിച്ചു, പിണറായി അതിന് സ്വയംഭൻ ഉത്തരവും നൽകി. അതൊന്നും നമുക്ക് കാണാം. പിണറായി പോലും എത്ര കരുതലോടെയാണ് അഭിപ്രായം പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. കൃത്യമായ രാഷ്ട്രീയ മര്യാദ പാലിച്ചായിരുന്നു പിണറായിയുടെ മറുപടി. ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിരിക്കുകയാണ്. എം.എൽ.എ പദത്തിൽ തുടരുകയാണ്. എം.എൽ.എ പദത്തിൽ തുടരുന്നത് ശരിയാണ്. അതാണല്ലോ ഇപ്പോൾ പൊതുവെ വലിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അത് വളരെ ഗൗരവമായൊരു വിഷയമായിട്ട് തന്നെ നമ്മുടെ കേരളീയ സമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ്. പൊതുവെ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തതായിട്ട് തന്നെയാണ് കാണുന്നത്. മറ്റു കാര്യങ്ങൾ ഞാൻ അഭിപ്രായം പറയേണ്ട ഒരു കാര്യം മാത്രമല്ല, നമ്മുടെ സമൂഹം പൊതുവിൽ അഭിപ്രായപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത്തരമൊരാൾ ആ സ്ഥാനത്തിരിക്കരുത് എന്നുള്ള പൊതു അഭിപ്രായം ഉയർന്നു വന്ന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ നിലയല്ല ഇപ്പോൾ വന്നിടത്തോളം കാണുന്നത്. എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഏതായാലും നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു സംഭവമായിട്ടാണിത് മാറിയത്. കാരണം ഒന്നിലധികം സംഭവങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതിൽ നിങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളനുസരിച്ചാണെങ്കിൽ ഒരു സംഭാഷണത്തിൻ്റെ ഭാഗത്ത് ഗർഭസ്ഥ ശിശുവിനെ ആ ഗർഭം അലസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ അലസിയില്ലെങ്കിൽ ആ ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്ന് വരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ, അതൊക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളാണ്. അപ്പോൾ എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കാണേണ്ട ഒരു കാര്യം. നമ്മുടെ സമൂഹത്തിൽ പൊതുപ്രവർത്തകർക്ക് പൊതുവേ ഉണ്ടായിരുന്ന ഒരു പൊതു അംഗീകാരമുണ്ട്. അതിന് അപവാദം വരുത്തി വെക്കുന്ന ചില കാര്യങ്ങൾ ചില ഘട്ടത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. നമ്മുടെ രാജ്യത്തായാലും സംസ്ഥാനത്തായാലും ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രത്തോളം പോയ ഒരു കാര്യം ഇതേവരെ നമ്മുടെ അനുഭവത്തിൽ കേട്ടിട്ടില്ല. അതൊരു പൊതുപ്രവർത്തകൻ അങ്ങനെ വരുമ്പോൾ സാധാരണ നിലക്ക് ശക്തമായ നിലപാടെടുത്തു പോകണം. പക്ഷെ ഇവിടെ വരുന്നൊരു പ്രശ്നം ഈ എല്ലാം താല്പര്യങ്ങൾ വെച്ച് നോക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണല്ലോ പ്രതിപക്ഷ നേതാവെന്ന് പറയുന്നത്. സാധാരണഗതിയിൽ
അദ്ദേഹത്തിൻ്റെ പ്രതികരണം സമൂഹം നല്ലതുപോലെ ശ്രദ്ധിക്കും. ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിട്ടുണ്ട്. പലരും വ്യത്യസ്തത പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും മറ്റൊരു രീതിയിലല്ല, ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതിൻ്റെ മേലെ അവരുടെ വികാരം പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പലരും രാഷ്ട്രീയ ജീവിതം നയിച്ചവരാണ്. ആ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ആ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊരു മാന്യതയും അതിൻ്റേതായൊരു ധാർമ്മികതയുമുണ്ട്. അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നല്ലോ എന്നുള്ള മനോവ്യഥ അത് കോൺഗ്രസിൽ തന്നെ പലരും പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, തെറ്റായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ പോളിറ്റിക്സ് ആണെങ്കിൽ നമുക്കതിൽ ഇടപെട്ട് വർത്തമാനം പറയേണ്ട കാര്യമില്ല. പക്ഷേ ആ തെറ്റായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ചില നേതാക്കന്മാർ തന്നെ ശ്രമിച്ചു എന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാധ്യതയായി ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില അത് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൂടാത്തതാണ്. മാത്രമല്ല അദ്ദേഹം അങ്ങ് പ്രകോപിതനാകുകയാണ്. പ്രകോപിതനായിട്ട് പിന്നെ എന്തെല്ലോ വിളിച്ചു പറയുന്ന അവസ്ഥ സ്വീകരിക്കുകയാണ്. അങ്ങനെയൊരു നിലയിലേക്ക് അദ്ദേഹത്തെ പോലൊരാൾ പോകാൻ പാടുണ്ടോ? ചിന്തിക്കേണ്ട കാര്യം, തൻ്റെ പാർട്ടിയിൽപ്പെട്ട സീനിയേഴ്സ് അടക്കമുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായം പറയാൻ നിർബന്ധമായത്? പരസ്യമായി പറഞ്ഞല്ലോ, അതേതെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തിയല്ലല്ലോ, ഒരുപാട് ആളുകൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രതികരണമല്ലേ ഉണ്ടാകേണ്ടിയിരുന്നത്. ബാക്കി കാര്യങ്ങൾ അവർ തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ശരിയല്ലാത്ത നിലയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. രാഷ്ട്രീയത്തിന് അവമാനം വരുത്തി വെച്ചതാണ്. പൊതുപ്രവർത്തകർക്ക് അവമാനം വരുത്തി വെക്കുന്നതാണ്. അത്തരമൊരാളെ വഴിവിട്ട് ന്യായീകരിക്കാൻ പുറപ്പെടുന്നത് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയാണ് ഉണ്ടാവുക. ഇത് ഇവിടെ ഒതുങ്ങി നിന്നാൽ നല്ലത്. ഇനി എത്ര ആളുകളിലേക്ക് വ്യാപിക്കൂ എന്നുള്ളത് എനിക്ക് ഉള്ള കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ പറയാൻ പറ്റൂ. നിയമപരമായ നടപടികളെല്ലാം അതിൽ സ്വീകരിച്ചിരിക്കും. നിയമപരമായി സ്വീകരിക്കാൻ പറ്റുന്ന നടപടി എന്താണോ ആ നടപടി സ്വാഭാവികമായും പോലീസ് സ്വീകരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എന്താണോ നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യം ആ നിയമപരമായ നടപടികൾ പോലീസ് സ്വീകരിക്കും. ആ കാര്യം ഇപ്പോൾ നിലവിൽ പുറത്തു വന്ന ശബ്ദ സംഭാഷണങ്ങൾ നമുക്ക് തെളിവുകൾ സഹിതം പൂർണ്ണമായി കിട്ടിയതാണ്. CM-ന് ഇന്റലിജൻസും സംവിധാനങ്ങളും ഉൾപ്പെടെയുണ്ട്. നിരവധി സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടെന്നും പറയുന്നു. അങ്ങനെ എന്തെങ്കിലും വിവരം അതെന്താണെന്ന് പുറത്തു പറയണം എന്നുള്ളതല്ല, ഇതിൽ കൂടുതലുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ താങ്കളുടെ കൈവശമുണ്ടോ? അല്ല, എൻ്റെ അടുത്തുള്ള വിവരം ഇതിപ്പോൾ പറയേണ്ടതല്ലോ. ഏതായാലും നിങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ നല്ല നില, പൊതുവിൽ മാധ്യമങ്ങൾ നല്ല നില സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് ഇടയാക്കുന്ന ഒന്നാണ്. നല്ല രീതിയിലുള്ള ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത്. ആ നില തുടരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പരാതി നൽകാൻ ഭയമാണെന്ന്, പരാതി നൽകിയാൽ അപായപ്പെടുത്തുമെന്നും ജീവൻ ഭീഷണിയുണ്ടെന്നൊക്കെ ഇരകൾ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ആ കാര്യത്തിൽ ഒരാശങ്കയും വേണ്ട. പരാതി നൽകുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉണ്ടാകേണ്ടതില്ല. പരാതി നൽകിയാൽ
ജീവൻ എന്തെങ്കിലും അപകടം സംഭവിക്കും, ശാരീരികമായി ഭീഷണിയുണ്ട് എന്ന നിലയെ കാണേണ്ടതില്ല. എല്ലാ സംരക്ഷണവും സർക്കാർ ഉറപ്പുവരുത്തും അത്തരം പരാതി ഉന്നയിക്കുന്നവർക്ക്. വരട്ടെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പ്രതികരിക്കുന്നില്ല കേട്ടോ. ഏത് ഇതിവിടെ കണ്ടല്ലോ നമ്മൾ എന്താണ് സംഭവിച്ചത്. നിന്നെ കൊല്ലാൻ അധികം സമയം വേണ്ടെന്ന് പറഞ്ഞില്ലേ, അതല്ലേ സംഭവിച്ച കാര്യങ്ങൾ. ഇതുകൊണ്ടാണ് പിണറായി വിജയനെ കരുതൽ മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. തനിക്ക് വേണ്ടി ജെട്ടി വിപ്ലവം നയിക്കുന്ന താരകൻ സതീശനെ അദ്ദേഹം കൈവിട്ടില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇന്ന് മിണ്ടാതിരിക്കാമായിരുന്നു, സതീശൻ്റെ ഈ ആവശ്യം നിരാകരിക്കാമായിരുന്നു. എന്നാൽ പിണറായി വിജയൻ അത് ചെയ്തില്ല. കേരളത്തിൽ ഇതുപോലൊരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ പിണറായി തൻ്റെ അടുത്തിരിക്കുന്ന മുതുകോഴികളായ ശശിക്കോഴിയെയും മുകേഷ് കോഴിയെയും പൂച്ചക്കുട്ടി ശശീന്ദ്രനെയും പിന്നെ ഒരു ഫാം തുടങ്ങുവാൻ ആവശ്യമായ കോഴികളെയും ബോധപൂർവം മറന്നു. പ്രായമായില്ലേ, അതുകൊണ്ടാവാം. ഇനി സതീശനെതിരെ ഉയരുന്ന പൊതുജനവികാരം കേൾക്കുക. വൈക്കത്തിൽ നിന്നാണ് വിളിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തെപ്പറ്റി നമുക്ക് ഏറ്റവും മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് ഞാൻ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. എന്റെ കുടുംബം തന്നെ കോൺഗ്രസ് പ്രവർത്തകരാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇപ്പൊ കാണുന്ന ഈ ബുദ്ധിമുട്ടുകൾ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ട് വളരെ അങ്ങേയറ്റം മാനസികമായിട്ട് തകർന്ന ഒരു നിലപാടിലാണ്. ഇതുപോലെ വളരെ കുട്ടികൾ താഴ്ന്ന നിലവാരത്തിൽ നിന്ന് ഉയർന്നു വന്ന ഈ പ്രവർത്തകരായിട്ട് വന്നുള്ള രാഹുൽ മാങ്കൂട്ടും ഷാഫി പറമ്പിലും ഒക്കെ നല്ല പ്രവർത്തകർ, നല്ല ദീർഘ ചിന്താഗതിയും നമ്മുടെ രാജ്യത്തിന് തന്നെ, നമ്മുടെ ഇന്ത്യക്ക് തന്നെ മുതൽക്കൂട്ടായിട്ട് വന്ന അവരെ സംബന്ധിച്ചിടത്തോളം, ഈ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നല്ല പ്രവർത്തനം, നല്ല ദീർഘവീക്ഷണവും ഉള്ളവനാണ്. അവരെയൊക്കെ തെറ്റുകാരാണെങ്കിൽ, ഈ പറയുമ്പോൾ തെറ്റുകാരാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ നോക്കാം. പക്ഷെ അവരെ പിടിച്ചു നിർത്തേണ്ട ഒരു ചുമതല, തെറ്റുകാരാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അത് ചെയ്യാം. ഇത് ഒരു കുറ്റ ആരോപിതനായിട്ട് നിൽക്കുന്ന ആ ഒരു സ്വഭാവത്തിലൂടെ അവരെ ഈ അങ്ങേയറ്റം ഇടിച്ചു താഴ്ത്തി പാർട്ടിയിലും സമൂഹത്തിലും അങ്ങേയറ്റം മോശപ്പെട്ടവരാക്കി ചിത്രീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ വി ഡി സതീശനും അതുപോലെ തന്നെ ആൾക്കാരും. ഞാനിത് പാലക്കാട്ട് നിന്ന് വിളിക്കുന്നത്. പേര് വന്നിട്ട് റഷീദാണ്. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു മെസ്സേജ് അയക്കാനുണ്ട്. ബിസ്മില്ലാഹ്, നിങ്ങൾക്ക് അള്ളാൻ്റെയും അതുപോലെ തന്നെ എല്ലാ ദൈവങ്ങളുടെയും നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നുള്ളൂ. എനിക്ക് അത്രത്തോളം നിങ്ങളുടെ എല്ലാ വീഡിയോ ഒരെണ്ണം പോലും വിഷയാണ്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അതിൽ എന്താ പറയുന്നത്, എനിക്ക് എത്ര പറഞ്ഞാലും നിങ്ങളെ പ്രശംസിച്ചാലും എനിക്ക് മതിയാവുന്നില്ല. നിങ്ങളുടെ ഈ ചാനലിൽ ഇങ്ങനെ ഒരു നല്ലൊരു എന്താ പറയുക നല്ലൊരു വീഡിയോസ് എനി ടൈം ഇട്ടുകൊണ്ടിരിക്കുന്നതിൽ നമ്മുടെ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളത് നിങ്ങളിലൂടെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും വലിയ സന്തോഷം എനിക്ക് നിങ്ങൾക്ക് മാത്രമായിട്ട് ഞാൻ തരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഈ പാർട്ടിൻ്റെ നിലനിൽപ്പിനായിട്ടും എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സുല്ലാട്ട, നിങ്ങൾക്ക് എല്ലാവിധ മംഗളാശംസകളും. എന്ത് തോന്നുന്നു, നിങ്ങളുടെ രാഹുലിനെ ആ മണ്ഡലത്തിൽ കയറരുതെന്ന് പറഞ്ഞ് ഈ കോൺഗ്രസ് നേതാക്കന്മാർ ഈ സതീശനും പാർട്ടികളും കാലുകുത്തരുതെന്ന് പറഞ്ഞ് വിരട്ടി വീട്ടിലിരുത്തിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? എന്റെ സുല്ലാട്ട, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതായത് ഈ മറ്റേ നമ്മുടെ ഷാഫി പറമ്പിൽ സാറും അതേപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടും വന്നവിടെ നിന്നുള്ള ഈ കോൺഗ്രസിന്റെ ഒരു ഉണർവ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഒരൊറ്റ നോട്ടത്തിൽ നേതാക്കന്മാർക്ക് കിട്ടാത്ത ഒരു പ്രൊവലേഷൻ ഇവർക്ക് രണ്ടുപേർക്കും കിട്ടുമ്പോൾ ഉള്ള ഒരു കണ്ണുക്കടിയെന്നോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറയാം, അതിനൊരു കണ്ടൂടായിക എന്നൊക്കെ നമ്മൾ പറയില്ല. ആ ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അല്ലാണ്ട് ഒരു തരത്തിലും ഇവർക്ക് അതിനകത്ത് ഒന്നും ഇത് പറയാനില്ല. മാത്രമല്ല, ഞാനാണ് ചെറിയൊരു പ്രവർത്തകനാണ്. എനിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയില്ലെങ്കിലും എൻ്റെ ഒരു ഇതിൽ വെച്ച് പറയുകയാണെങ്കിൽ സുല്ലാട്ട, എനിക്കിത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് എത്ര പറഞ്ഞാലും മതിയാകുന്നില്ല സുല്ലാട്ട. അതുകൊണ്ട് എനിക്ക് നേരിട്ട് നിങ്ങളതൊന്ന് വിളിച്ചറിയിക്കണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പാലക്കാടുകാർ ഇപ്പോഴും രാഹുലിന്റെ കൂടെ തന്നെയല്ലേ? കോൺഗ്രസിന്റെ നിലപാടിനോട് 100%. അതായത് ഇപ്പൊ മറ്റു ചാനലുകളിലൊക്കെ കാണുന്നത് അത് ഒറിജിനല് മറ്റേ ഇവരാണ്, എന്താ പറയുക, ഈ കമ്മ്യൂണിസ്റ്റിന്റെ അനുഭാവികളാണ് അവർ പറയുന്നത്. അത് രാജിവെക്കണം, അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത് അവരാണ്. അല്ലാണ്ട് യഥാർത്ഥത്തിൽ അതിൽ വോട്ടർമാരോ അല്ലെങ്കിൽ ആരും തന്നെ ഇയാൾ നയിക്കട്ടെ, ഇനിയിപ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ തന്നെ ഇദ്ദേഹം സ്വതന്ത്രനായിട്ട് അല്ലെങ്കിൽ വേറൊരു ലെവലിൽ മത്സരിക്കണമെങ്കിൽ 100% ജയിക്കും. കാരണം അത്രയും എന്താ പറയുക, ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു നേതാവ് ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് നമുക്ക് വേറൊന്നും പറയാനില്ലല്ലോ. നമ്മുടെ മുമ്പിലുള്ള തെളിവുകളും അനുഭവങ്ങളല്ലേ നമ്മൾ പറയുന്നത്. ഇത് മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വി ഡി സതീശന് അങ്ങനെയുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കേട്ട വഴിക്കാണ് എടുത്ത് നിലപാട് അങ്ങനെ എടുക്കുക എന്നല്ലാണ്ട് ഇവർക്കൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കുറച്ച് ജയിച്ച് സ്ഥാനാർത്ഥിയായി കുറച്ച് അനുഭവം ഉണ്ട് എന്നല്ലാണ്ട്
കൂടുതൽ ഇവർക്ക് ഒന്നും പറയാനില്ല. ഇവരെല്ലാവരും മറ്റുള്ള ഈ പിണറായി സഖാവിനെ അവർ മറ്റുള്ളവർക്കായിട്ട് ഇവര് അടിയറ വെച്ചിരിക്കുകയാണ്. ഇദ്ദേഹം അങ്ങനെയല്ല. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഇവരുടെ ആ ഒരു കുറച്ച് ദിവസത്തെ ഒരു പ്രവർത്തനം എങ്ങനെയുണ്ട് നോക്കൂ. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവർക്ക് സ്ഥിരം പരിപാടിയാണ്. ഇപ്പൊ സരിത വന്നു, അതിന് മുമ്പ് കിളിനൂർ കേസ് വന്നു, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഇതും വന്ന് ഇവർ ഇതിനകത്ത് ഇവർ മനസ്സിലാക്കിയെടുത്തു. ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്ത്രീ വിഷയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിലൂടെ നമുക്ക് പാർട്ടിനെ നമുക്ക് ശരിക്കും തകർക്കാൻ കഴിയും. ഇപ്പൊ ജിഷ കേസ്, ജിഷന്റെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മറ്റേ ഇലക്ഷന്റെ ആ സമയത്ത് നോക്കി മാത്രം ഇവർ നല്ല പ്രൊവിലേജ് കൊടുത്തുകൊണ്ട് തകർത്ത് തർപ്പണമാക്കി. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഇവർ വന്നിട്ട് ഇപ്പൊ അതൊക്കെ തന്നെയല്ലേ നടന്നിട്ടുള്ളൂ, അല്ലാണ്ട് ഇപ്പൊ വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതൊരു ഒരു ഉത്തരേന്ത്യക്കാരനെ പിടിച്ച് പ്രതിയാക്കി അതിനകത്ത് ഇട്ടിട്ട് ഇവര് തൽക്കാലം തടി തപ്പിയെന്നല്ലാണ്ട് ഇതിപ്പോ ഉമ്മൻചാണ്ടി സാറിനാണെങ്കിലും അത് നടക്കുമായിരുന്നു. പക്ഷെ ഈ ചാനലിന്റെ ഈ നല്ല പ്രഷർ കാരണം ചെറിയൊരു നിസാര ഇതിൽ മറ്റേ ഭരണം നമ്മുടെ നഷ്ടപ്പെട്ടു പോയി. അതിപ്പോ എന്തിപ്പോ സംഭവിച്ചു? 10 കൊല്ലം തുടർ ഭരണം കിട്ടിയിട്ട് തകർത്ത് തറപ്പണമായി കിടക്കാണ്. എങ്ങനെ പോയാലും ഇവർക്ക് ഇനി ഇത് ഇതാവില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവരിനെങ്ങനെ താറടിച്ച് കാണിച്ച് കീഴ്പോട്ടിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒരു മൂന്നാം മരണത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ പാർട്ടിന്റെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിലേട്ട അവരെന്ന് പറഞ്ഞാൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുപണിയാണ്. എന്ന് വെച്ചാൽ അവനിക്ക് പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തകർത്ത് തർപ്പണമാക്കുന്ന ഒരു സംഭവം. അത് തന്നെയാണ് ഈ പാർട്ടിന്റെ ഏറ്റവും വലിയൊരു ശാപം. അതിനൊരു ചെറിയൊരു മാറ്റം വന്നത് ഇപ്പോഴും ഷാഫിയും അതുപോലെ തന്നെ മാങ്കൂട്ടും അതേപോലെ തന്നെ നമ്മുടെ മറ്റേ ഉമ്മൻചാണ്ടി സാറിന് മാനുമായിട്ടുള്ള ഒരു 3 പേരിന്റെയും കൂടിയിട്ടുള്ള ഒരു സംഭവം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. എൻ്റെ പേര് ജോസ്, ഞാൻ കടവന്ത്ര, കൊച്ചി. ഞാൻ ഒരു BJP അനുഭാവിയാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടാണ്. കാര്യം അത് സതീശനും രമേശനും കാണിച്ചത് തനി എന്താ ഇതിന് പറയുന്നത്, നാടൻ ഭാഷയെ പറഞ്ഞ് തനിച്ചറ്റത്തരമാണ്. അപ്പം ആ പാവം പയ്യന്, അതും കല്യാണം കഴിക്കാത്ത പയ്യൻ, ഞാൻ സീനിയർ സിറ്റിസൺ ആണ്. അപ്പം കല്യാണം കഴിക്കാത്ത ആ പാവം ഓക്കെ ഒന്ന് ചാറ്റ് ചെയ്തു അല്ലെ ഒന്ന് ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇത്രയും ചെയ്തത് വളരെ മോശമായിപ്പോയി. അത് വളരെ മോശമായിപ്പോയി. അതുകൊണ്ട് ഞാൻ പറയുന്നത് ചെന്നിത്തലയും പറവൂരും ഹരിപ്പാട്ടും രണ്ടുപേരെയും അടുത്ത ഇലക്ഷന് തോൽപ്പിക്കണം. അതാണ് ചെയ്യേണ്ടത്. രണ്ടുപേരും. They are not worth for it. ഇദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നെന്ന് പറഞ്ഞത് കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയും അമ്മപെങ്ങന്മാർക്കും വേണ്ടിയുമാണ് ഈ നടപടി എടുത്തതെന്ന് പറഞ്ഞത്. അതിനകത്ത് എന്തെങ്കിലും ഒരു ന്യായീകരണം ലോജിക്കുണ്ടോ? ഒരു ന്യായീകരണവും ഇല്ല. തന്നെയായാലും ഒരു ഇച്ചിരി പൊളിറ്റിക്സ് അറിയാവുന്ന എല്ലാവർക്കും അത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഇതിനെ സതീശൻ ഏതെങ്കിലും കാലത്ത് കേൾക്കുകയാണെങ്കിൽ ഒരു കാര്യം സതീശൻ ഓർത്തോളൂ, കേരളത്തിലെ ജനങ്ങളാരും പൊട്ടന്മാരല്ല. ചെന്നിത്തലയും, പ്രത്യേകിച്ച് ചെന്നിത്തലയും കൂടെ ഓർത്തോളൂ, കേരളത്തിലെ ജനങ്ങളൊന്നും പൊട്ടന്മാരല്ല. നിങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ ചെയ്തെന്താണെന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി സാറ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിനെതിരെ ചെയ്തെന്താണ് കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം. അത് തന്നെ നിങ്ങൾ വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഇലക്ഷൻ കഴിഞ്ഞ് വീട്ടിലിരിക്കും. അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. തിരുവനന്തപുരം ജില്ലയിലെ വിതുര എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ആളാണ്. എൻ്റെ പേര് വിക്രമൻ എന്നാണ്. നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. അഭിപ്രായങ്ങളെല്ലാം ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനും അതിലൂടെ ഒപ്പം ചേരുന്ന ഒരാളാണ്. ഞാനൊരു മാർക്സ് പാർട്ടിക്കാരനാണ്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു പോവുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുകൊണ്ട് പറയല്ല സാറേ, ഇതേപോലെ ഒരു നട്ടലുള്ള ഒരു നേതാക്കന്മാരെ ഞങ്ങൾ ഈ ഭൂമിയിൽ കണ്ടിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു നട്ടലുള്ള, അതേപോലെ ഷാബി പറമ്പിലും അതാണ്. ഞാനൊരു വ്യക്തിപരമായിട്ട് പറയുന്ന ഒരാളാണ്. നമ്മൾ പാർട്ടിയിലൊക്കെ നിന്ന് മടുത്തോണ്ട് പറയുന്ന ഒരാളാണ്. പുള്ളിയെ പോലുള്ള ഒരു നല്ലൊരു നേതാവിനെയൊക്കെ ഈ BD സതീശനൊക്കെ ഇങ്ങനെയല്ല കരിയപ്പല പോലെ എടുത്ത് കളയുന്നതേ അവന്റെയൊക്കെ അവസാന ഘട്ടത്തിനേക്കാണ്. എന്ന് പറഞ്ഞാൽ അടുത്തും പിണറായിക്ക് ഒരു വാഗ്ദാനം കൊടുത്തു കാണുമായിരിക്കും. ഞങ്ങൾ അധികാരം നിങ്ങൾക്ക് പിടിച്ചു തരാം, ഞങ്ങൾ എന്നും പ്രതിപക്ഷത്ത് തന്നെ ഇരുന്നോളാം എന്നുള്ളൊരു വാഗ്ദാനം കൊടുത്തായിരിക്കും ഇങ്ങനെ രണ്ടുപേരും കൂടെ ചെയ്യുന്നത്. അതായത് രമേശ് ചെന്നിത്തലയും ഈ BD സതീശനും കൂടെയൊക്കെ ചെയ്യുന്ന ഒരു പണിയാണിത്. അപ്പോൾ അവർ ഇത്രയും ഒരു പാർട്ടിയിൽ ഇത്രയും നട്ടലും നാക്കും ചങ്കുറപ്പുള്ള ഒരു നേതാവ് ഒരു നിയമസഭയ്ക്കകത്തൊക്കെ കയറി ഇത്രയും ധൈര്യമായി സംസാരിക്കാൻ നട്ടലുള്ള ഒരു നേതാവിനെയൊക്കെ ഒന്നുമില്ലാത്ത ഒരു പെണ്ണ്, അത് ഒരു പണത്തിന് വേണ്ടി ഇങ്ങനെ തുണിഞ്ഞിറങ്ങിയേക്കുന്ന ഒരു ചരിതയെ പോലെയുള്ള ഒരു കാപ്പറ എന്ന് വേണം പറയാം. അവരൊക്കെ പറയുന്നതും കേട്ടുകൊണ്ട് അദ്ദേഹത്തിനെയൊക്കെ വലിയ കരിയപ്പല പോലെ എടുത്ത് കളയുന്ന BD സതീശൻ ഈ ഭൂമിയിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളൊന്നുമല്ല. അവരൊക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് സാറേ ഇത് ഒരു നല്ല അഭിപ്രായമല്ല. ഞാൻ ചോദിക്കട്ടെ, എത്രയോ മാർക്സ് പാർട്ടിയിലും BJPയിലൊക്കെ എത്രയോ പാർട്ടിക്കാർ കുറ്റക്കാരായി ഇന്ന് ഇരിക്കുന്നു. അവരൊക്കെ എന്ത് ചെയ്തു? ഈ പാർട്ടിക്കാർ അവരൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തേയല്ലേ ഉള്ളൂ. ഈ സതീശന്റെ
ആ. ഈ ഒരു നടപടി ഇത് സതീശനും പാർട്ടിക്കും ഗുണം ചെയ്യുമോ അതോ യുവമാരുടെ അടിവേരിറക്കുമോ? ഒരിക്കലും ഇല്ല. അവന്റെ തറ ഇല്ല പണ്ടുള്ളവർ പറഞ്ഞ കണക്കേ അവന്റെ അടിഞ്ഞരമ്പ് വരെ അവൻ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ജനം ഇനി തിരിയാൻ പോകുന്നത്. ഇതേ ജനങ്ങളുണ്ടല്ലോ, എന്റെ വീട്ടിൽ ഞങ്ങൾ 3 പാർട്ടിയിലുള്ള ആളുകളുമുണ്ട് കേട്ടോ സാറേ. കോൺഗ്രസ് പാർട്ടിയിലുള്ള ആളുമുണ്ട്, BJPയിലുള്ള ആളുമുണ്ട്, മാർക്സ് പാർട്ടിയിലുള്ള ആളുമുണ്ട്. എന്റെ വീട്ടിൽ ഞങ്ങൾ 4 ആണുങ്ങളാണ്. ഈ 4 പേരും 4 രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പൊ ഞാൻ എന്റെ ഒരു അഭിപ്രായം ഞാനിപ്പോ പറഞ്ഞെന്നുള്ളൂ. ഞാനൊരു പക്കാ മാർക്സ് പാർട്ടിക്കാരനാണ്. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അടി കൊണ്ടിട്ടുണ്ട്, ഞങ്ങൾ കേസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കോൺഗ്രസ് വരെ അടിച്ചിട്ടുണ്ട്, കേസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത് ഒരു തറ പറ്റിയ ഒരു പരിപാടിയായി കാണിച്ചേക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും കോൺഗ്രസ് അടുത്തും വരില്ല. 3ാം ഘട്ടവും പിണറായി തന്നെയാണ്, അതിന് സംശയമൊന്നും വേണ്ട. എന്ന് പറഞ്ഞാലേ ഇത് സംശയമൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ കാര്യം വേറെ ഒന്നും ഉണ്ടല്ല പറയുന്നത്. ഈ നല്ല നട്ടലുള്ള ഉറപ്പുള്ള നല്ല കഴിവും തൻ്റെ ഇടമുള്ള ഇതേപോലുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവരെ ഒരു കരിയപ്പല പോലെ ആക്കുന്ന VD സതീശനും രമേശ് ചെന്നിത്തലയും മറ്റേ നമ്മളെ വേണുഗോപാലൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അധികാരമോഹം മാത്രമേ ഇന്ന് അവരെ മനസ്സിനകത്തുള്ളൂ. അല്ലെ പാർട്ടിയെ വളർത്തണമെന്നുള്ള ചിന്തയല്ല. ഈ അടിത്തട്ടി കിടക്കുന്നവനെ ആണ് ഇവനെയൊക്കെ ഈ കസേര കൊടുത്തേക്കുന്നത്. അല്ല അടിത്തട്ടിലുള്ളവൻ ഇല്ലെങ്കിൽ ഇവനൊന്നും ആരുമല്ല. അപ്പൊ അവനെ ഇങ്ങനെയുള്ള ഒരു നല്ലൊരു നേതാവിനെയൊക്കെ ഒരു കരിയപ്പല പോലെ എടുത്ത് കളയുന്നെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് വേണ്ടി, അതും നീ കുറ്റം കണ്ടിട്ട് ചെയ്താൽ നമ്മളെല്ലാം അംഗീകരിക്കും. ഒരു കേസോ ഒരു മറ്റൊന്നും ഇല്ലാത്ത ഒരാളിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് പറയുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടല്ലേ സാറേ? ഈ പറയുന്ന ഞാൻ ചോദിക്കട്ടെ, VD സതീശനാണ് നേരെ തിരിച്ച് ഇത് വന്നു കഴിഞ്ഞാൽ VD സതീശനെ ഉടനെ പാർട്ടിയിൽ നിന്ന് എടുത്ത് കളയും. ഈ VD സതീശനെതിരെയോ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയോ ആണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ, ഇന്ന് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞ് നാളെ രാജിവെക്കാൻ തയ്യാറാണോ? ഉണ്ടാവും. അവർക്കൊക്കെ ഉണ്ടാവില്ല എന്ന് ഒരിക്കലും പറയണ്ട. അവരൊക്കെ ഇപ്പൊ ഈ വീമ്പളക്കി പറയുന്നില്ലേ, സംസാരിക്കുന്നില്ലേ, ചാനലിലൊക്കെ വന്നിരുന്ന് എന്ത് കോരാ സംസാരിക്കുന്നു. ഇതേ പാർട്ടിയെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇതിപ്പം നോക്കിക്കോളെ, അടുത്ത തവണയും കോൺഗ്രസ് അധികാരത്തിൽ വരത്തില്ല. ഈ പറയുന്ന മാറ്റമാണെങ്കിൽ സാർ കുറിച്ചിട്ടോ? ഇന്നലെ ഞാൻ രാത്രിയും 11:30 ഞങ്ങൾക്കൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല രാഹുലിന്റെ കാര്യം ഓർത്തിട്ട്. രാഹുൽ നല്ല ഒരു പയ്യനാണ്. നല്ലവർക്കേ സാറേ ശത്രുക്കൾ ഉണ്ടാവുള്ളൂ. രാഹുൽ യേശുദേവൻ ഉയർത്തെഴുന്നേറ്റ പോലെ തന്നെ ഉയർത്തെഴുന്നേറ്റ് വരും. ഞാനാ പറയുന്നത്, എന്റെ ഉറച്ച വിശ്വാസം അത്. ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സാർ. സാർ അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ലിവിങ് ടുഗദർ ആയിട്ട് അവർ പിരിയുമ്പോൾ അത് പീഡന കേസാവുമോ സാറേ? രാഹുൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ, മനുഷ്യരല്ല എല്ലാവരും, മനുഷ്യരും മൃഗങ്ങളും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വന്നിട്ടുള്ളൂ. ഒരു കുലീനയായ ഒരു സ്ത്രീ ഒരിക്കലും വന്നിങ്ങനെ സെക്സ് കഥകൾ ഈ ചാനലിന്റെയും എല്ലാവരുടെയും മുൻപിൽ വന്നിരുന്ന് വിളമ്പൂന്ന് തോന്നുന്നുണ്ടോ സാറേ? അത് തന്നെ ഏറ്റവും വലിയ ഒരു നാടകം കളിയല്ലേ സാറേ? എന്താ അവൾക്കുമാർക്ക് മാത്രമുള്ള ഈ മാനാഭിമാനങ്ങളൊന്നും ആണുങ്ങൾക്കില്ലേ? ഞങ്ങൾ ഇതൊക്കെ ഞങ്ങൾക്ക് കേട്ടിട്ട് സത്യം ഇന്നലെ 11:21 ഞാൻ സാറിനെ വിളിച്ചപ്പോഴാണ്, അപ്പം നോക്കുമ്പോഴാണ് സമയം ഇത്രയായല്ലോ എന്ന് ഓർത്ത് ഞാൻ വേഗം കട്ട് ചെയ്ത്. കാരണം നമ്മൾക്കൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള ഒരു ഫാമിലി മെമ്പറിന് പറ്റിയ പോലെ തന്നെ ചോദിക്കണ എന്ത് ഈ സ്ത്രീകൾക്ക് മാത്രമുള്ള മാനാഭിമാനം. ഈ രാഹുലിന്റെ അമ്മയ്ക്കൊക്കെ അവരൊക്കെ എന്തുമാത്രം വിഷമിക്കുന്നുണ്ട്. ഒരു കാര്യവുമില്ലാതെ രാജിവെക്കേണ്ട ഒരു കാര്യവുമില്ല. ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട് വിട്ട ആളെ രാജിവെപ്പിക്കാൻ മറ്റുള്ളവർക്ക് എന്താ അവകാശം? അപ്പൊ രാഹുലൊക്കെ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി വരെ സ്ഥാനം അങ്ങനെ ഉയർന്നു പോകും. ഇപ്പൊ ഉള്ളവർക്കൊന്നും കിട്ടില്ല. അപ്പൊ അവരെ അങ്ങോട്ട് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പാടെ അങ്ങനെ എന്തെങ്കിലും ഒരു കഥ ഉണ്ടാക്കി അങ്ങോട്ട് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ പണ്ടായിരുന്നു സാറേ ജനങ്ങൾ കഴുതകളും, ഇപ്പൊ ജനങ്ങൾക്കും വിവരം വെച്ച് വരുന്നുണ്ട് സാറ്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. ഒരു കാരണവശാലും രാഹുൽ വെക്കണ്ട. അത് വെപ്പിക്കാൻ മറ്റുള്ളവർക്ക് എന്താ അവകാശം? ഈ രാജ്യത്ത് നിയമം കോടതികളില്ലേ, പലർക്കും പല അവകാശമാണോ? ഈ സതീശനും ചെന്നിത്തലക്കും ഒക്കെ കയറി പോരണമെങ്കിൽ ഈ രാഹുലിനെ പോലെയുള്ളവരെയൊക്കെ ചവിട്ടി താത്തോട്ടിട്ട് അവരൊരു കാരണം ഉണ്ടാക്കി ഇപ്പൊ ഇങ്ങനെ ആക്കിയതാ. എന്റെ പേര് തോമസ് എന്നാ. ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് വിളിക്കുക. ഈ രാഹുലിനി അവിടെ നിന്ന് ഇന്നില്ലേലും കരുനാഗപ്പള്ളിയിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പക്ഷേ ഇവിടെ കരുനാഗപ്പള്ളിയിൽ വന്ന് മത്സരിച്ചാൽ ഞാൻ അവന് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. കാര്യം ഇങ്ങനെയുള്ള ഫേക്ക് നമുക്ക് അറിയാവുന്നതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ അനുഭവത്തിലുള്ള കുറെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ നശിപ്പിക്കുന്നത് ഏറ്റവും വലിയ തെറ്റ്. കാര്യം എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യം തുറന്നു പറയാം. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളെല്ലാവരും കൂടെ നേരിട്ട് മുന്നോട്ട് വന്ന് കേസ് കൊടുക്കുക. അതാണ് എൻ്റെ ലക്ഷ്യം. ഇതാരും കേസ് കൊടുക്കുന്നുമില്ല. വെറുതെ ഒരു മനുഷ്യനെ ഇങ്ങനെ ഇല്ലായ്മ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നാണം കെട്ട ഒരു പരിപാടിയായി മാറിയിരിക്കുകയാണ്. അതിവിടെ തുടർ കഥയാണത്.
ഉമ്മൻചാണ്ടിനെ നശിപ്പിച്ചു. ഈവൻ ഈ സതീശൻ ഇന്നലെ പറഞ്ഞത് ഇത് കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നടപടിയാണെന്നാണ്. എന്ത് തോന്നുന്നു? സ്ത്രീകൾക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സത്യാവസ്ഥ അറിഞ്ഞിട്ട് വേണ്ടേ ബാക്കി കാര്യങ്ങൾ ഓടിക്കുവാൻ? സത്യാവസ്ഥ അറിഞ്ഞിട്ട് വേണ്ടേ? ഇത് എത്ര ഫേക്ക് ഉണ്ട്. ഒരാൾ വന്ന് ഒരു FIR എങ്കിലും ഇഷ്ടത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ സത്യസന്ധത ഉണ്ടായിരുന്നു കുറച്ചെങ്കിലും. ഇത് അതുപോലുമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.